എല്ലാവർക്കും നമസ്കാരം. ഫാക്ട് ആൻഡ് റിയൽ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കണ്ടൻ്റായിട്ട് ചെയ്യുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം KSRTC നഷ്ടത്തിലോടുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വന്ന കോൺഗ്രസ് ഗവൺമെൻറ് നഷ്ടത്തിലോടുന്ന ഒരു പ്രസ്ഥാനത്തെ വീണ്ടും നഷ്ടത്തിലാക്കാൻ വേണ്ടി ഒരു ഫ്രീ പദ്ധതിയുമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പം നമ്മളുടെ ഒരു സംസാര രീതിയിലും അതാണ് വരുന്നത്. ഞാൻ സ്വാഭാവികമായിട്ടൊരു കോൺഗ്രസ്സുകാരനാണ്. എന്നിരുന്നാൽ തന്നെ നമുക്കിതിനെപ്പറ്റി ഒരു വിശകലനം ഒന്ന് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് നഷ്ടത്തിലോടുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിനെ പോലുള്ള ഒരു ഗവൺമെൻറ് വന്നിട്ട് വീണ്ടും വി.ഡി. സതീശൻ ഇങ്ങനൊരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനമെടുത്തതെന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും വരും. ഒന്നാമതായി നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, കോൺഗ്രസിൻ്റെ പ്രചാരണം സമയത്ത്, അതായത് പ്രചാരണം നടത്തുന്ന സമയത്ത് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ച ഒരു സംഭവമാണ് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന സംവിധാനം. ആ സാധനം അവർ വന്ന ശേഷം അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ഏറ്റവും ഊന്നൽ കൊടുത്ത് സംസാരിച്ചൊരു വിഷയമായതുകൊണ്ട് അവർക്ക് ആ ഒരു വിഷയത്തിൽ എന്ത് ചെയ്താലും മാറിപ്പോകാനോ അല്ലെങ്കിൽ പിന്മാറാനോ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ 100 ദിവസത്തെ ഒരു കാലാവധിയിലാണ്, പരീക്ഷണാർത്ഥത്തിലാണ് ഈ ഒരു സംഭവം നടത്തുന്നത്. ഇനിയും ഇതിനകത്ത് വരാൻ പോകുന്ന 2 സാധ്യതകൾ, ഇത് കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലും പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ഈ ഒരു നഷ്ടത്തിലോടുന്ന KSRTCയെ പിന്താങ്ങി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇല്ല എങ്കിൽ രണ്ടാമത് വരാൻ പോകുന്ന ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് പ്രൈവറ്റ് ബസ്സുകാർ സമരത്തിനിറങ്ങും. പ്രൈവറ്റ് ബസ്സുകാർ സമരത്തിനിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? സമരം ചെയ്യുമ്പോഴത്തേക്ക് ഗവൺമെൻറ് അതിനകത്ത് ഇടപെടാതിരിക്കാൻ മാർഗമില്ല, നിവർത്തിയില്ല. അപ്പം ഗവൺമെൻറ് സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇടപെടും. ഗവൺമെൻറ്റിൻ്റെ പുതിയ തീരുമാനങ്ങൾ വരും. അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് പരിധികൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഈ സൗജന്യ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാം. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു മാർക്കറ്റിംഗ് കൂടെയാണ്. മാർക്കറ്റിംഗ് എങ്ങനെയാണ് സാധ്യമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള സ്ത്രീ യാത്രക്കാർ മുഴുവനും KSRTCയിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതൊരു പ്രമോഷൻ്റെ ഭാഗമായിട്ട് നമുക്കതിനെ കാണാം. ഇനിയും ഗവൺമെൻറ് ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യുമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയും നിശ്ചിത വരുമാനമുള്ള ആൾക്കാരെ സൗജന്യ പദത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഓരോ സ്കീമുകളാക്കി, അതായത് പകുതി പൈസ കൊടുക്കുന്ന രീതിയിലും, അതുതന്നെ ഒരു പാസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് അവർക്ക് സൗജന്യമായിട്ട് 1 മാസം യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ഒരാഴ്ച യാത്ര ചെയ്യാം. അങ്ങനെയുള്ളൊരു സംവിധാനം കൊണ്ടുവരാം. അങ്ങനെ 2 മാർഗങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ സൗജന്യം തുടർന്ന് കൊണ്ടുപോകാനാണെങ്കിൽ, അപ്പോൾ തന്നെ സ്ത്രീ യാത്രക്കാരെ കൂടുതൽ ആകർഷിച്ച് KSRTCയെ വരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനൊരു സ്കീം കൊണ്ടുവരികയാണെങ്കിൽ, അതായത് ഓരോ ഘട്ടം ഉള്ള ആൾക്കാർക്ക്, അതായത് വരുമാനം അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് അവർക്ക് ഓരോ തുകകൾ നിശ്ചയിച്ച് അവരുടെ വരുമാനത്തിനനുസരിച്ച് KSRTC ഓടുക എന്നുള്ളൊരു സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ KSRTCക്ക് ഇതൊരു ലാഭകരമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും. അപ്പോൾ തന്നെ അത് കുറച്ച് ജനപ്രീതി നേടും ഈ KSRTC ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട്. അപ്പം പുതിയ വണ്ടികൾ ഇറക്കുന്നു, അതുപോലെ തന്നെ കുറച്ച് മെയിൻ്റനൻസും സർവീസും ചെയ്ത് നല്ല വണ്ടികൾ പുതിയതായിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരെ അതിനകത്തേക്ക് ആകർഷിക്കാൻ പറ്റും. അതാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടുവരാൻ ചാൻസ് ഉള്ളത്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നിർത്താനാണ് സംവിധാനമെങ്കിൽ ഈ പറഞ്ഞ പോലെ സമരമുറകൾ വരുമ്പോൾ ജനങ്ങളാണ് ഇത് വേണോ വേണ്ടായോ എന്ന് നിശ്ചയിക്കട്ടെ. ജനങ്ങളുടെ ആവശ്യം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ സാധനം കൊണ്ട് ആവശ്യമില്ല, ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് സ്വാഭാവികമായിട്ട് ഇത് നിർത്താം. അപ്പോൾ അവർക്ക് പറയാനൊരു കാരണമുണ്ട്, അതായത് ജനങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല, ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതി ജനങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ പദ്ധതി കൊണ്ട് പ്രയോജനമില്ല എന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. അങ്ങനെ ആ ഗവൺമെൻറ്റിന് ഈ ഒരു പരിപാടി നിർത്താൻ പറ്റും.
ഇങ്ങനെയാണ് ഈ ഒരു സംഭവം പോകാൻ ചാൻസ് ഉള്ളത്. ഈ 2 കാര്യങ്ങളാണ്. തുടർന്ന് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. ഇത് പ്രോഫിറ്റ് ആക്കാനും പറ്റും അതുവഴി. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നിർത്താനുള്ള സംവിധാനമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ സമരങ്ങളും ജനങ്ങളുടെ പ്രക്ഷോഭം വരുന്നതനുസരിച്ചിട്ട് ജനങ്ങൾക്ക് ഇത് ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു സംവിധാനം നിർത്തലാക്കാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഒരു വീഡിയോയിൽ നമുക്ക് ഒത്തിരി വിശദീകരിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇട്ട് തരാം. ഓക്കെ, നന്ദി.